സ്റ്റിക്കർ ഉണ്ടാക്കാൻ മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്നാലും ഈ വീഡിയോയിൽ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറും പ്രിൻ്റ് എടുത്ത പേപ്പർ വെച്ച് എങ്ങനെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഉണ്ടാക്കാമെന്നും സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. 2 A4 ഷീറ്റിൽ കുറച്ച് പിക്ചേഴ്സ് ഞാൻ പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വരച്ച് കളർ ചെയ്തെടുക്കാം. വരയ്ക്കുമ്പോൾ മാക്സിമം നോക്കി വരയ്ക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. മൊബൈലിൽ വെച്ച് ട്രേസ് എടുക്കുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാമെന്ന് ചോദിക്കരുത്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. സോ മാക്സിമം സ്വയം വരയ്ക്കാൻ ശ്രമിക്കുക. ചിലർക്കൊക്കെ ഒറ്റ ട്രയൽ തന്നെ നല്ലപോലെ ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ട്രൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്തായാലും അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത്, അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ മാക്സിമം വരയ്ക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളർ ചെയ്യുമ്പോൾ റെഫറൻസ് പിക്ചറിൽ കാണുന്ന ഇമേജസിൽ വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് കാണും. വൈറ്റ് ജെൽ പെന്നോ വൈറ്റ്നറോ ഒന്നും ഇല്ലെങ്കിൽ ആ പോർഷൻസ് ഒഴിവാക്കിയിട്ട് കളർ ചെയ്യാൻ നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് പെൻ ഉള്ളതുകൊണ്ട് അത് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. സ്കെച്ചോ കളർ പെൻസിലോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്താൽ മതി. എന്തായാലും ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അവന് പറയാൻ മറന്നു, ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണ് കേട്ടോ ഇമേജസൊക്കെ. ഉച്ചയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ രാത്രിയിലാണ് തീർന്നത്. ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്തോറും അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്തായാലും കിട്ടും. എന്തായാലും ഞാൻ നൈറ്റ് തന്നെ എല്ലാം കട്ട് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പകൽ നാച്ചുറൽ ലൈറ്റിൽ എടുത്താലേ വീഡിയോ ഇത്തിരിയെങ്കിലും ക്ലാരിറ്റി കാണുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പിക്ചേഴ്സ് ഞാൻ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണി കാണിച്ചതാണ്. അത് വലിയൊരു അബദ്ധമായി എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിച്ച് വയ്ക്കായിരുന്നു ചെയ്തേ. വരയ്ക്കാനുള്ള എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഈ കൊറിയറൊക്കെ വരുമ്പോൾ അതിനകത്ത് ബില്ല് വരുന്ന പേപ്പറൊക്കെ ഇല്ലേ, അതിന് സ്റ്റിക്കറിൻ്റെ പുറകുള്ള പേപ്പറോ എടുത്താൽ മതി. ഈ പേപ്പറിൽ ഓയിലാക്കി ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ നല്ലപോലെ തന്നെ കിട്ടും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ടേപ്പിൽ പേപ്പർ അങ്ങനെയേ ഒട്ടിപ്പിടിക്കും. പിന്നെ അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും കാണില്ല. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി. അതെല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ എന്തായാലും. എനിക്ക് പറ്റിയ അബദ്ധം, ടേപ്പ് അതെന്ന് പറിച്ചപ്പോൾ ടേപ്പിലെ ഗ്ലൂ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിപ്പിടിച്ചു. പിന്നെ പറയാൻ വിട്ടുപോയി, പെർമനൻറ്റ് മാർക്കർ വെച്ച് വരയ്ക്കാൻ നോക്കണം. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇതും ഫെയ്ഡായി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്ര നല്ല മാർക്കർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടേപ്പ് കൂടെ ഒട്ടിച്ച് വെച്ചാൽ മതി. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത റീസൺ, ഇതിന് ടേപ്പ് പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ആൽക്കഹോൾ മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വരച്ച് കളർ ചെയ്തുണ്ടാക്കാൻ പറ്റും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തോന്നിയൊരു ഐഡിയ ആയിരുന്നു. ഞാൻ അപ്പം തന്നെ ഒന്ന് തട്ടിക്കൂട്ടി ചെയ്ത് നോക്കി. അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഇനി അടുത്ത രീതിയിൽ സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൾറെഡി വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ബാക്കിലുള്ള ആ പോർഷനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഡയറക്റ്റ് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കാൻ പറ്റും. എന്നാലും വലിയ സ്റ്റിക്കർ ആകുമ്പോൾ സൈഡ് കട്ട് ചെയ്താൽ അതിൽ കുറച്ച് പോർഷൻ മാത്രമല്ലേ ഗ്ലൂ കാണും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ടേപ്പിൽ ഒട്ടിച്ച് അതിന്ന് കട്ട് ചെയ്തെടുക്കണമാവും ബെറ്റർ. മാക്സിമം ടേപ്പ് ചുളിയാതെ നല്ല വൃത്തിക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ അതൊട്ടിച്ച് കുറച്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കും കൂടെ ചെയ്താൽ ഈ ടൈപ്പിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി കയ്യിൽ ടേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു ഐഡിയ കാണിച്ചു തരാം. പലർക്കും അറിയാവുന്നതായിരിക്കും. ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നല്ലപോലെ ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കാൻ വെക്കണം. ആവശ്യമുള്ള ടൈമിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളിയായി തന്നെ കിട്ടും. പിന്നെ ടേപ്പ് ഒട്ടിക്കണത് പൊതുവേ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ വേണമെന്നുള്ളവർ എന്തായാലും ടേപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ കാണാൻ ഇത്തിരി ഭംഗിയായിക്കോട്ടെ കരുതി ഒരു സെറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ ടേപ്പ് ഒട്ടിച്ചല്ല ചെയ്തത്. ടേപ്പിൽ ഒട്ടിച്ച ശേഷം മൊത്തത്തിൽ സൈഡിൽ ഗ്യാപ്പിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഭംഗിക്ക് വേണ്ടി ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തതേ ഉള്ളൂ. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറയാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ A4 ഷീറ്റിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. അതിന് മുകളിൽ ഇപ്പോൾ ഈ സ്റ്റിക്കർ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. അങ്ങനെ ഒരു സെറ്റ് കവാ സ്റ്റിക്കേഴ്സ് കൂടെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പ്രിൻ്റ് എടുത്ത സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. പ്രിൻ്റ് എടുത്ത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടത് ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ. ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ ടേപ്പ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൂട്ടത്തിൽ ലേസർ പ്രിൻ്റ് അല്ലാത്ത ഒരു പ്രിൻ്റും കൂടെ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പ്രശ്നം വരുന്നതെന്ന്. കട്ട് ചെയ്ത പേപ്പർ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. 15 മിനിറ്റ് ഒക്കെ മതിയാവും. ഞാൻ അതിന് മുന്നേ തന്നെ എടുത്തുകൊണ്ട് എനിക്ക് നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വേറെ ആവശ്യത്തിന് വെച്ച് പ്രിൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഇതിങ്ങനെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തതല്ല. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ബട്ടർഫ്ലൈ സ്റ്റിക്കർ ഉണ്ടാക്കിയതുപോലെയുള്ള പ്രിൻറ്റ്സ് ആണെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. അധികം വെള്ളത്തിലിട്ടാൽ ഗ്ലൂ സ്റ്റിക്കി അല്ലാതെ ആവും. അങ്ങനെയാണെങ്കിൽ അതിൽ ഫെവിക്കോൾ സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചാൽ മതി. ലേസർ പ്രിൻ്റ് അല്ലാതെ ചെയ്താൽ ഇങ്ങനെയാവും സംഭവിക്കുക. കളർ അതിൽ പിടിക്കില്ല. സോ ട്രൈ ചെയ്യുമ്പോൾ ലേസർ പ്രിൻ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാൻ നോക്കുക. അവസാനമായിട്ടൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം.
ഇവിടെ ഇത് ബട്ടർ പേപ്പർ എന്ന് പറയും. മറ്റേ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴും സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യുന്ന ആ ബട്ടർ പേപ്പർ അല്ല, ഇത് വേറൊരു ടൈപ്പാണ്. ഇല്ല കിട്ടുമെന്ന് ചോദിക്കരുത്, ഇത് പണ്ട് വേറെ ആവശ്യത്തിന് വീട്ടിൽ വാങ്ങിയപ്പോൾ ബാക്കി വന്നതാണ്. ഓൺലൈനിലൊക്കെ എന്തായാലും കിട്ടും. ഇതിൽ ജസ്റ്റ് ആൽക്കഹോൾ മാർക്കർ വെച്ച് വരച്ചു കഴിഞ്ഞാൽ വാഷ് സ്റ്റിക്കർ പോലൊരു ടെക്സ്ചർ കിട്ടും. ടൈമില്ലാത്തപ്പോൾ എളുപ്പപ്പണി നോക്കിയതാണ് ആദ്യം കണ്ടത്, മുഴുവനായിട്ട് അങ്ങോട്ട് പരന്നു. എന്തായാലും പേപ്പറും ആൽക്കഹോൾ മാർക്കറും കയ്യിലുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോയിലുള്ളത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.